ശ്രീകൃഷ്ണായ നമഃ. ശ്രീമന്നാരായണീയത്തിലെ ദശകം 2. ഒന്നാമത്തെ ദശകത്തിൽ ശ്രീനാരായണ ഭട്ടതിരി ഭഗവാന്റെ നിഷ്കളമായ സ്വരൂപത്തെയും മാഹാത്മ്യത്തെയും വർണ്ണിച്ചു. രണ്ടാമത്തെ ദശകത്തിലും സകലമായ ഭഗവാന്റെ സ്വരൂപവും അങ്ങനെ വർണ്ണന മൂലം സിദ്ധിക്കുന്ന ഉത്തമമായ ഭക്തിമഹത്വത്തെയും വർണ്ണിക്കുന്നു. ഭാഗവതത്തിലുള്ളതുപോലെ തന്നെ ഭക്തന്മാർക്ക് നിരന്തരമായി ധ്യാന പരിശീലനം ചെയ്യുവാനും എപ്പോഴെല്ലാം സമയം കിട്ടുമ്പോൾ സ്മരിക്കുവാനും ഭഗവാന്റെ രൂപവർണ്ണനയെ ശ്രുതി മധുരമാം പോലെ വർണ്ണിച്ചിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ ശ്രീമൻ നാരായണീയത്തിൻ്റെ മാഹാത്മ്യത്തെ വർദ്ധിപ്പിക്കുന്നു. ശ്ലോകം 1. സൂര്യസ്പർദ്ധികിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. സൂര്യസ്പർദ്ധി കിരീടം ഊർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം കാരുണ്യകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഖണ്ഡോദ്യൻ മകരകുണ്ടലയുഗം കണ്ഠോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. സൂര്യസ്പർദ്ധി കിരീടം, സൂര്യനേക്കാളും ശോഭയേറിയ കിരീടം. ഊർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം, ഗോപിക്കുറി ചാർത്തി മിന്നുന്ന നെറ്റിത്തടം. കാരുണ്യാകുലനേത്രം, ദയ കവിഞ്ഞൊഴുകുന്ന കണ്ണുകൾ. ആർദ്ര ഹസിതോല്ലാസം, കുളിർമയുള്ള പുഞ്ചിരി പ്രകാശം. സുനാസാപുടം, മനോഹരമായ മൂക്ക്. ഖണ്ഡോദ്യൻ മകരാഭ കുണ്ടലയുഗം, കവിൾത്തടത്തിൽ പ്രതിഫലിച്ച് തിളങ്ങുന്ന മകരകുണ്ടലങ്ങൾ. കണ്ഠോജ്വലത് കൗസ്തുഭം, കണ്ഠത്തിൽ ശോഭ കൂട്ടുന്ന കൗസ്തുഭം എന്നിവയാലും. വനമാല്യഹാര പടല ശ്രീവത്സദീപ്രം, വനമാല മുത്തുമാലകൾ ശ്രീവത്സം എന്നിവയാലും പ്രകാശിക്കുന്ന തദ്രൂപം, ആ രൂപം, അതായത് ഭഗവാന്റെ സാക്ഷാത് വൈകുണ്ഠ രൂപത്തെ അഹം ഭജേ, ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു. അനേകായിരം സൂര്യബിംബങ്ങൾ ഒന്നിച്ചു കൂടിയാൽ എങ്ങനെയുണ്ടാവും? അതുപോലെ ഉജ്ജ്വലമായി തിളങ്ങുന്ന കിരീടത്തോടു കൂടിയും ഗോപിക്കുറി ചാർത്തി മിന്നുന്ന നെറ്റിത്തടത്താലും കാരുണ്യം കവിഞ്ഞൊഴുകുന്ന കണ്ണുകളാലും കാണുന്നവരുടെ കരൾ കുളിർപ്പിക്കുന്ന പുഞ്ചിരിയോടും അഴകേറിയ എള്ളിൻ പൂവിൻ്റെ ആകൃതിയിലുള്ള നാസികയോടും കവിൾത്തടങ്ങളിൽ പ്രതിബിംബിക്കുന്ന മകരാകൃതിയിലുള്ള കുണ്ടലങ്ങളോടും കണ്ഠപ്രദേശത്തിൽ വിളങ്ങുന്ന കൗസ്തുഭരത്നത്തോടും കൂടിയും വനമാല മുത്തുമാല ഇവയുടെ കൂട്ടത്തിനാലും ശ്രീവത്സം എന്ന അടയാളത്തോടു കൂടിയും വിളങ്ങുന്നതുമായ അങ്ങയുടെ രൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു. ആദ്യമായി ബ്രഹ്മാവിന് പരമാത്മാവായ മഹാവിഷ്ണു തൻ്റെ രൂപത്തെ എങ്ങനെയാണ് കാണിച്ചു കൊടുത്തത്? ബ്രഹ്മാവ് തന്നെ ഭാഗവതത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. പൊൻകിരീടം, ഗോപിക്കുറി, മകരകുണ്ടലം, കൗസ്തുഭം, വനമാല, ശ്രീവത്സം എന്നീ അലങ്കാരത്തുടൻ കൂടിയായിരുന്നു. മകരകുണ്ടലം എന്നാൽ മകരം എന്ന ഒരു തരം മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള കാതിലണിയുന്ന കുണ്ടലം, ഒരു അലങ്കാര വസ്തു. വനമാല, എല്ലാ ഋതുക്കളിലും പൂക്കുന്ന പൂക്കളും തളിരുകളും ഇടകലർത്തി കോർത്തുണ്ടാക്കിയതുമായി ഉടനീളം ഞാന്നുകിടക്കുന്നതുമായ ഒരു മാല. കിരീടം, അനേകം സൂര്യബിംബങ്ങൾ ഒരുമിച്ച് കൂടിയാൽ ഉണ്ടാവുന്ന ജ്വലിക്കുന്ന പ്രകാശിക്കുന്ന കിരീടം. ശ്രീവത്സം, തിരുമാറിൽ കാണുന്ന ഒരു അടയാളം. ഈ പദ്യത്തിൽ
ഭഗവാന്റെ സ്വരൂപത്തിലെ ഉത്തമാംഗത്തെ, അതായത് മുഖഭാഗങ്ങളെ പ്രധാനമായും വർണ്ണിച്ചു. ബാക്കിയുള്ള ഭാഗങ്ങളെ അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നുണ്ട്. സൂര്യസ്പർദ്ധികിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. ശ്ലോകം 2. കേയൂരാംഗദ കങ്കണോത്തമമഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്കസംഗദഗദാ ശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിദം. 1, 2 പദ്യങ്ങൾ വിശേഷിച്ചും ഭഗവാന്റെ സ്വരൂപധ്യാനത്തിന് ഉത്തമങ്ങളാണ്. ഭക്തന്മാർ ധ്യാന ശ്ലോകങ്ങൾക്കായി ഇവയെ ചൊല്ലാറുണ്ട്. ഭാഗവതത്തിൽ കപിലമൂർത്തിയായ ഭഗവാൻ അമ്മയായ ദേവഹ്യൂതിക്ക് ഇതേ രീതിയിലുള്ള കേശാദിപാദാന്തർവർണ്ണനം, അതായത് ശിരസ് മുതൽ പാദം വരെയുള്ള ഭഗവാന്റെ രൂപത്തെ ദർശനം നൽകിയിട്ടുണ്ട്. ബാലനായ ധ്രുവൻ തപസ് ചെയ്യുവാൻ തയ്യാറായപ്പോൾ നാരദ മഹർഷി ഉപദേശം നൽകുന്ന സമയത്തും ഭഗവാന്റെ കേശാദിപാദാന്ത വർണ്ണനം വർണ്ണിച്ചതായി ഭാഗവതത്തിലുണ്ട്. പുരാണ രീതിയിലുള്ള അത്തരത്തിലുള്ള ഭഗവാന്റെ സ്വരൂപവർണ്ണനം നാരായണ ഭട്ടതിരിയും ഇവിടെ ദർശിക്കുന്നു. ദുഃഖത്തെ നാശം ചെയ്യുന്നതും വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ പറ്റാത്തതുമായ മഹിമയോടുകൂടിയ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ സ്വരൂപത്തെ ഭട്ടതിരി ശരണം പ്രാപിക്കുന്നു എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ ഏകദേശ രൂപം. കൂടുതലായും ശ്ലോകപാരായണത്തിലൂടെ അറിയാം. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഘദാ ഗദാ ശംഖാരി പങ്കേരുഹം കാഞ്ചിത് കാഞ്ചന കാഞ്ചി ലാഞ്ചിത ലസ പീതാംബരാലംബിനീം ആലംബെ വിമലാംബുജ ദ്യുതിപദാം മൂർത്തിം തവ ആർത്തിച്ഛിദം. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഘാത ഗദാ ശംഖാരി പങ്കേരുഹാം. കേയൂരം, അങ്കദം, അങ്കുലീയം ഇവ ഓരോരോ തരം ആഭരണങ്ങളാണ്. ചുമലിൽ നിന്നും തുടങ്ങി കൈവിരലുകൾ വരെ വ്യാപിച്ച് കിടക്കുന്നു. ഓരോ തരത്തിലുള്ള ആഭരണങ്ങളുടെ രൂപത്തിലും സ്ഥാനത്തിലും നാമത്തിലും വേറെ വേറെ കാണുന്നു. അതായത് തോൾവളകൾ, കൈകെട്ടുകൾ, കൈവളകൾ, ശ്രേഷ്ഠങ്ങളായ മഹാരത്നങ്ങൾ പതിച്ച മോതിരങ്ങൾ, ഇവയാൽ അലങ്കരിക്കപ്പെട്ട ശോഭയേറിയ 4 തിരുക്കൈകളിൽ ഗദ, ശംഖ്, ചക്രം, താമരപ്പൂ ഇവയെ ധരിച്ചിരിക്കുന്നു. ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കുമ്പോൾ ഈ വക ആഭരണങ്ങളാൽ ദിവ്യമായ രൂപത്തെ സങ്കല്പിക്കണം. കാഞ്ചന കാഞ്ചി ലാഞ്ചിത ലസത് പീതാംബരാലംബിനിയും വിമലാംബുജ ദ്യുതിപദാം. സ്വർണ്ണ അരഞ്ഞാണം കൊണ്ട് ബന്ധിക്കപ്പെട്ട ശോഭയേറിയ മഞ്ഞപ്പെട്ട് ചാർത്തിയിട്ടുള്ളതും നിർമ്മലമായ വികസിച്ച താമരപ്പൂ പോലെ ശോഭിക്കുന്ന തൃപ്പാദങ്ങളോടു കൂടിയതും ആർത്തിച്ഛിദം ദുഃഖത്തെ ശമിപ്പിക്കുന്നതും കാഞ്ചിത് വാക്കുകളാൽ വിവരിക്കുവാനാവാത്ത മഹിമയേറിയതുമായ തവ മൂർത്തിം
അഹം ആലംബേ, അങ്ങയുടെ ഭഗവാന്റെ സ്വരൂപത്തെ ഞാൻ ഉപാസിക്കുന്നു. തോൾവളകൾ, കൈകെട്ടുകൾ, കൈവളകൾ, ശ്രേഷ്ഠങ്ങളായ മഹാരത്ന മോതിരങ്ങൾ, ഇവയാൽ അലംകൃതമായ ശോഭയേറിയ 4 തൃക്കൈകളിൽ ഗദ, ശംഖ്, ചക്രം, താമരപ്പൂ ഇവയെ ധരിച്ചിരിക്കുന്നതും പൊന്നരഞ്ഞാൻ കൊണ്ട് ബന്ധിക്കപ്പെട്ട ശോഭയേറിയ മഞ്ഞപ്പൊട്ട് ചാർത്തിയിട്ടുള്ളതും വികസിച്ച താമരപ്പൂ പോലെ ശോഭയുള്ള കാലുകളോട് കൂടിയതും ദുഃഖങ്ങളെ ശമിപ്പിക്കുന്നതും ആയ വർണ്ണിക്കുവാൻ പറ്റാത്ത സൗഭാഗ്യത്തോടു കൂടിയ മഹിമയേറിയതുമായ അങ്ങയുടെ മൂർത്തിയെ ഞാൻ ഉപാസിക്കുന്നു എന്ന് ഭട്ടതിരി ഈ ശ്ലോകത്തിൽ കൂടി തന്നെ ഭഗവാനോട് സമർപ്പണം ചെയ്ത് ശരണം പ്രാപിക്കുന്നു. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്കസംഗദ ഗദാ ശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിദം. ശ്ലോകം 3. യത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. യത് ത്രൈലോക്യ മഹീയസഃ അഭിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതഃ അഭി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതഃ അഭി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതഃ അഭി ആശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഹേ വിഷ്ണോ വിഭോ, അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, യത് യാതൊന്ന് ത്രൈലോക്യ മഹീയസഃ അഭിമഹിതം 3 ലോകത്തിലും എത്രയും മാഹാത്മ്യം ഏറിയതിനേക്കാളും മാഹാത്മ്യമേറിയതും മോഹനാത് അഭി സമ്മോഹനം മനോഹരമായ വസ്തുവേക്കാൾ മനോഹരമായതും കാന്തി നിധാനതക അഭി കാന്തം ശോഭയേറിയതിനേക്കാളും ശോഭയേറിയതും ഏറ്റവും കൂടുതൽ ശോഭിക്കുന്നത് എന്നർത്ഥം. മാധുര്യ ദുര്യാദപി മധുരം മധുര രസത്തിനേക്കാളും മധുരവും ഏറ്റവും കൂടുതലായി മധുരിക്കുന്നതായും. സൗന്ദര്യോത്തരതഃ അഭി സുന്ദരതരം ഏറ്റവും സുന്ദരമായതിനേക്കാളും സുന്ദരവും. ആശ്ചര്യതഃ അഭി ആശ്ചര്യാത് തത് ത്വദ്രൂപം അതിശയങ്ങളിൽ വെച്ച് അതിശയകരവും അത്ഭുതങ്ങളായവയിൽ വെച്ച് അത്ഭുതകരവും ആയിരിക്കുന്നവോ ആ നിൻ തിരുവടിയുടെ വിഗ്രഹരൂപം ഭുവനെ കൗസ്യ കൗതുകം ന പുഷ്ണാതി ലോകത്തിൽ ആർക്കാണ് കൗതുകത്തെ വർദ്ധിപ്പിക്കാത്തത്? എല്ലാവർക്കും കൗതുകപ്രദം തന്നെ. വിഷ്ണു എന്നാൽ സർവവ്യാപി, സർവത്ര നിറഞ്ഞു നിൽക്കുന്നത്. വിഭുഹു എന്നാൽ സർവശക്തൻ. ഭഗവാൻ സർവത്ര നിറഞ്ഞു നിൽക്കുന്നതിനാൽ കണ്ട് അനുഭവിക്കുവാൻ പ്രയാസമില്ല. സർവശക്തനാകയാൽ സംസാര നിവൃത്തി വരുത്തുവാനും, അതായത് ജനന മരണത്തിൽ നിന്ന് മോചനം വരുത്തുവാൻ, മോക്ഷം ലഭിക്കുവാൻ കഴിയുമെന്നും ബോധിപ്പിക്കുന്നു. ത്രിലോകത്തിനും അതിശയമായിരിക്കുന്ന ഭഗവാന്റെ രൂപം ആർക്കും കൗതുകപ്രദമാണെന്ന സത്യം 4-5 ശ്ലോകങ്ങളിൽ കൂടി വിവരിക്കുന്നു. അല്ലയോ സർവശക്തനായ വിഷ്ണു, 3 ലോകത്തിലും
മാഹാത്മ്യമേറിയ വസ്തുവിനേക്കാളും മാഹാത്മ്യമുള്ളതും ഏറ്റവും മനോഹരമായ വസ്തുവിനേക്കാളും മനോഹരമായതും ശോഭയേറിയതിനേക്കാൾ ശോഭയേറിയതും, അതായത് തേജസ്വരൂപമായും മാധുര്യസത്തിനേക്കാളും മധുരമേറിയതും ഏറ്റവും സുന്ദരമായതിനേക്കാളും സൗന്ദര്യം നിറഞ്ഞതും അത്യന്തം അത്ഭുതത്തെക്കാളും അത്ഭുതവും ആയ നിൻ തിരുവടിയുടെ, അതായത് ഭഗവാന്റെ രൂപം ലോകത്തിൽ ആർക്കാണ് കൗതുകത്തെ വർദ്ധിപ്പിക്കാത്തത്? അതായത് ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നതിനും അറിയുന്നതിനും മനനം ചെയ്യുന്നതിനും ആർക്കാണ് ആഗ്രഹത്തെ ജനിപ്പിക്കാത്തത്? യത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ശ്ലോകം 4. ഭക്താദൃങ്മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയി സാ ദേവീ പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാപദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അചാബലബലാത് ചാബല്യവാർത്തോദഭൂർ. തത്താദൃങ് മധുരാത്മകം തവ വപുഃ സംപ്രാപ്യ സംഭന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം ന ആസ്തേ സ്വഭക്തേഷു അപി തേന അസ്യ ഭദ കഷ്ടം അച്യുത വിഭോ ത്വദ്രൂപ മനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അചാബലബലാത് ചാബല്യ വാർത്ത ഉദഭൂത്. തത്താദൃങ് മധുരാത്മകം തവ വപുഃ, അനുഭൂതി മാത്രഗോചരവും അതായത് അത്ഭുതകരമായതും മനോഹരവുമായതുമായ സൗന്ദര്യത്താൽ നിറഞ്ഞു നിൽക്കുന്നതുമായ അങ്ങേ തിരുവുടലിനെ, നിൻ തിരുവടിയുടെ വിഗ്രഹരൂപത്തെ സംപ്രാപ്യ പ്രാപിച്ചിട്ട് സമ്പന്മയി സാ ദേവി സമ്പൽസ്വരൂപിണിയായ ആ ലക്ഷ്മീദേവി പരമോത്സുക സ്വഭക്തേഷു അഭി ചിരതര ന ആസ്തേ, അവർ സ്വന്തം ഭക്തന്മാരുടെ അടുത്ത് പോലും അധികം താമസിക്കാറില്ല. കാരണം അങ്ങയിൽ കൂടുതൽ അനുരക്തിയായിരിക്കുന്നു. ലക്ഷ്മീദേവി ഭക്തന്മാരിൽ അധികം ഉറച്ചിരിക്കില്ല, വന്നും പോയും കൊണ്ടിരിക്കും. ഹേ വിഭോ അച്യുത, തേന അസ്യാഹ, സർവശക്തനും നാശമില്ലാത്തവനുമായ ഭഗവാനെ, അതുകൊണ്ട് ഇവർക്ക്, ഈ ലക്ഷ്മീദേവിക്ക് തദ്രൂപ മനോജ്ഞക പ്രേമ സ്ഥൈര്യമയാത് അചാബലബലാത്, നിൻ തിരുവടിയുടെ രൂപലാവണ്യത്തിലുളവായ അനുരാഗത്തിൻ്റെ ഉറപ്പാകുന്ന ചാബല്യമില്ലായ്മയുടെ ശക്തി മൂലം, ചാബല്യവാർത്ത, ചപലയാണെന്ന് ഒരപവാദം, ഉദഭൂത് പദ, കഷ്ടമുയർന്നു വന്നു. ഈ വൈരുദ്ധ്യം കഷ്ടമല്ലേ? ഇപ്രകാരം സൗന്ദര്യസാര സർവസ്വമായ അങ്ങയുടെ തിരുവുടലിനെ പ്രാപിക്കൊണ്ട് അധികമായും കൂടുതൽ അനുരക്തയോടുകൂടിയവളായി തീർന്നിട്ട് സമ്പൽസ്വരൂപിണിയായ ആ ലക്ഷ്മീദേവി തൻ്റെ ഭക്തന്മാരിൽ പോലും വളരെ കാലം ഉറച്ചിരിക്കുന്നില്ല. അല്ലയോ ഭഗവാനെ, ആ ദേവിക്ക് അതുമൂലം, അങ്ങയുടെ രൂപസൗന്ദര്യത്തിലുള്ള പ്രേമത്തിൻ്റെ സ്ഥിരത മൂലം, അചപല അല്ലെങ്കിൽ സ്ഥിരമായിരിക്കുന്നവൾ എന്ന് കീർത്തിയുണ്ടായി ഭക്തന്മാരിൽ
സ്ഥിരമായി ഇല്ലാത്തതിനാൽ ചപല എന്ന് ദുഷ്കീർത്തി ഉണ്ടായി. എന്നാൽ ഒരു ഭക്തൻ ഗുരുവായൂരപ്പനെ സ്തുതിക്കുമ്പോൾ തൻ്റെ പ്രിയതമനെ സ്തുതിക്കുന്നത് കേട്ട് ലക്ഷ്മി ദേവിയും സന്തോഷിച്ച് ആ ഭക്തനെ സമ്പദ് സമൃദ്ധിയാൽ അനുഗ്രഹിക്കും. ഭക്തി തീരെയില്ലാതെ സമ്പത്തിനു വേണ്ടി മാത്രം ലക്ഷ്മിയെ പൂജ ചെയ്യുന്നവരിൽ സമ്പത്ത് അസ്ഥിരമായിരിക്കുന്നു. ഭഗവാനെയും ചേർത്ത് ചെയ്യുന്ന ഭക്തി ആരാധനയിൽ ശക്തിയും സമ്പത്തും കൂടെ തന്നെ ഉണ്ടാവും എന്നതാണ് ഈ ശ്ലോകത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. താദൃങ്മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവീ പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേ നാസ്യാപദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അചാബലബലാത് ചാബല്യവാർത്തോദഭൂർ. ശ്ലോകം 5. ലക്ഷ്മീസ്താവകരാമണീയഗഹൃദൈവേയം പരേഷ്വസ്ഥിരേതി അസ്മിൻ അന്യതപി പ്രമാണമധുന വക്ഷ്യാമി ലക്ഷ്മീപദേ യേ ത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താജനാ തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിത പ്രസ്താവദത്താദരാം. ലക്ഷ്മീതാവക രാമണീയക ഹൃദഃ ഏവം ഇയം പരേഷു അസ്ഥിരേ ഇതി അസ്മിൻ അന്യതപി പ്രമാണം അധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ യേ ത്വദ് ധ്യാനഗുണാനുകീർത്തന രസാസക്താ ഹി ഭക്താഃ ജനാഃ തേഷു ഏഷാ വസതി സ്ഥിരാ ഏവ ദൈത പ്രസ്താവദത്താധരാ. ഹേ ലക്ഷ്മീപദേ, അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ, ഇയം ലക്ഷ്മീഹി താവ കരാണീയക ഹൃദാ ഏവ. ഈ ലക്ഷ്മി ദേവി അങ്ങയുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചു തന്നെയാണ് പരേഷു അസ്ഥിര, മറ്റുള്ളവരിൽ ഉറച്ചു നിൽക്കാത്തത്. ഇതി അസ്മിൻ എന്നതിന് അന്യ പ്രമാണം അഭി, ഇനിയൊരു തെളിവ് കൂടി. അധുന അഹം വക്ഷ്യാമി, ഞാനിപ്പോൾ പറയാം. യേ ജനാഹ, ഏതാളുകൾ തദ്ധ്യാന ഗുണാനുകീർത്തന രസാസക്താഹ ഹി ഭക്താഹ, ഭഗവാന്റെ ധ്യാനത്തിലും അവിടുത്തെ ഗുണങ്ങളെ പാടിപ്പുകഴ്ത്തുന്നതിലുമുള്ള രസം കൊണ്ട് അവിടുത്തെ ഭക്തന്മാരായിരിക്കുന്നുവോ, തേഷു ഏഷ, അവരിൽ ഇവൾ, ദൈത പ്രസ്താവ ദത്താധര സ്ഥിര ഏവ വസതി, പ്രിയധമനായ അങ്ങയുടെ ചരിത്രവാർത്തകളെ കേൾക്കുന്നതിലുള്ള ശ്രദ്ധ കൊണ്ട് ശ്രദ്ധിക്കുന്നവളായിട്ട് വിട്ടുപിരിയാതെ സ്ഥിരമായി തന്നെ വസിക്കുന്നു. ഈ ശ്ലോകത്തിൽ ലക്ഷ്മീപദേ എന്ന് സംബോധന ചെയ്തതിലുള്ള അർത്ഥം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ ലക്ഷ്മി ദേവി അങ്ങയുടെ സൗഭാഗ്യത്താൽ വശീകരിക്കപ്പെട്ടതുകൊണ്ടാണ് അന്യന്മാരിൽ അസ്ഥിരയായിരിക്കുന്നത് എന്നതിലേക്കുള്ള മറ്റൊരു തെളിവും കൂടി കാണിക്കാം എന്ന് ഭട്ടതിരി പറയുന്നു. അല്ലയോ ലക്ഷ്മീപദേ, അങ്ങയെ ധ്യാനിക്കുകയോ അങ്ങയുടെ ഗുണഗണങ്ങളെ കീർത്തിക്കുകയോ ചെയ്യുന്നതിൽ രസമുള്ള ഭക്തന്മാരിൽ ആ ലക്ഷ്മി ദേവി തൻ്റെ പ്രിയ ഭർത്താവായ ഭഗവാന്റെ ചരിത്രം കേൾക്കുന്നതിലുള്ള ശ്രദ്ധ കൊണ്ട് സ്ഥിരമായിട്ട് തന്നെ വസിക്കുന്നു. ഭഗവത് ഭക്തന്മാർ എപ്പോഴും സമ്പത്തുള്ളവരായി തന്നെ ഇരിക്കുന്നുണ്ട് എന്നൊരു ഭാവത്തെയും ഇവിടെ സൂചിപ്പിക്കുന്നു. ലക്ഷ്മി അവരെ വിട്ടുപോകുന്നുമില്ല. സമ്പത്ത് എന്നാൽ പണം, ധാന്യങ്ങൾ മാത്രമല്ല, പരമാനന്ദം എന്ന ഒരു സമ്പത്തിനെയും അവർ അനുഭവിക്കുന്നു. ലക്ഷ്മീസ്താവകരാമണീയഗഹൃദൈവേയം പരേഷ്വസ്ഥിരേതി
अस्मिन् अन्यदपि प्रमाणमधुना वक्ष्यामि लक्ष्मीपदे ये त्वध्यानगुणानुकीर्तनरसासक्ता हि भक्ता जना तेष्वेषा वसति स्थिरैव दयिता प्रस्तावदत्तादराम् ശ്ലോകം 6. एवं भूतमनोज्ञदा नवसुधा निष्यन्दसन्दोहनं त्वद्रूपं परचिद्रसायनमयं चेदोहरं शृण्वताम् सद्यः प्रेरयते मतिं मदयते रोमाञ्चयत्यङ्गगं व्यासिञ्चत्यभिषीदबाष्पविसरैरानन्दमूर्च्छोद्भवैः ഏവം ഭൂത മനോജ്ഞത നവസുധ നിഷ്യന്ത സ്വന്തോഹനം ത്വദ്രൂപം പരചിത് രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യഃ പ്രേരയത്തെ മതിം മഥയത്തെ രോമാഞ്ചയതി അങ്കകം വ്യാസിഞ്ചതി അഭി ശീതബാഷ്പവിസരൈः ആനന്ദമൂർച്ഛോദ്ഭവൈः. ഏവം ഭൂത മനോജ്ഞതാ നവസുധ നിഷ്യന്ത സന്തോഹനം. ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന ഈ ഭാഗ്യമാകുന്ന പുതിയ അമൃതരസത്തെ വർഷിക്കുന്ന ഉറവിടമായും പരചിത് രസായനമയം ചേതോഹരം ത്വദ്രൂപം പരബ്രഹ്മരസായനവും ചേതോഹരം തദ്രൂപം മനോഹരമായ ഭഗവാന്റെ സ്വരൂപം ശൃണ്വതാം മതിം സദ്യഃ പ്രേരയത്തെ മനസ്സിനെ പെട്ടെന്ന് തന്നെ അവരറിയാതെ പ്രേരിപ്പിക്കുകയും മഥയത്തെ മതിപ്പിക്കുകയും അതായത് ആനന്ദ വിവശരാക്കുകയും അംഗം രോമാഞ്ചയതി ദേഹം മുഴുവനും രോമാഞ്ചമണിയുകയും ശരീരം കോൾമൈ കൊള്ളുകയും ആനന്ദ മൂർച്ഛോദ്ഭവൈഹി അടക്കാനാവാത്ത ആനന്ദം കൊണ്ടുണ്ടാവുന്ന ശീത ബാഷ്പ വിസരൈഹി തണുത്ത കണ്ണുനീരിൽ വ്യാസിഞ്ചതി അഭി ആറാടുകയും ചെയ്യുന്നു. ഭഗവാന്റെ രൂപത്തെ വിചിന്തനം ചെയ്യുമ്പോൾ തന്നെ ഭക്തി സ്വയം സംജാതമാകുന്നത് ഏത് വിധമെന്നിവിടെ വിവരിക്കുന്നു. ശ്രവണം, മനനം തുടങ്ങിയ പൂർവ്വരൂപവും ആനന്ദബാഷ്പം, പുളകം മുതലായ ബാഹ്യഭാവങ്ങളും കൊണ്ട് ഉത്തമ ഭക്തിയുടെ സ്വരൂപത്തെ ഇവിടെ എടുത്തു കാണിക്കുന്നു. ഇപ്രകാരം അഴകാകുന്ന അമൃതരസത്തെ വർഷിക്കുന്നതും പരബ്രഹ്മമയമായും മനസ്സിൽ നിന്നും മാറാത്തതുമായ അങ്ങയുടെ രൂപത്തെ കുറിച്ച് കേൾക്കുന്നവർക്ക് മനസ്സുടനെ അന്യവിഷയങ്ങളിൽ നിന്നും നിവർത്തിക്കുകയും പരമാനന്ദം കൊണ്ടുള്ള പാരവശ്യമുണ്ടാവുകയും ശരീരം കോൾമൈ കൊള്ളുകയും പരമാനന്ദാതിരേകത്താൽ ഉണ്ടാകുന്ന തണുത്ത കണ്ണീരൊഴുകി ശരീരം നനയുകയും ചെയ്യും. അതിന് അത്രയ്ക്കും ശക്തിയുണ്ട്. അടുത്ത 4 ശ്ലോകങ്ങളിൽ ഭക്തിയുടെ മേന്മയെ കാണിക്കുന്നു. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം എന്ന് 3 ഉപാധികളിൽ ഭക്തിയോഗമാണ് ഏറ്റവും വിശിഷ്ടം എന്നതാണ് നാരായണ ഭട്ടതിരിയുടെ നിഗമനം. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്തസന്തോഹനം त्वद्रूपं परचिद्रसायनमयं चेदोहरं शृण्वतां सद्यः प्रेरयते मतिं मदयते रोमाञ्चयत्यङ्गगं व्यासिञ्चत्यभिषीदबाष्पविसरैरानन्दमूर्च्छोद्भवैः. ശ്ലോകം 7. एवं भूततया हि भक्त्यभिहितो योगः स योगद्वयात्
കർമ്മജ്ഞാനമയാദ്ഭൃശോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മിക ഭക്തിർനിസ്രമമേവ വിശ്വപുരുഷൈർ ലഭ്യാരമാവല്ലഭ. ഏവം ഭൂതദയാ ഹി ഭക്തി അഭിഹിതഃ യോഗഃ സഹ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് പുരുഷോത്തമതരഃ യോഗീശ്വരൈഃ ഗീയതേ സൗന്ദര്യൈ ഏകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ ഭക്തിഃ നിസ്രമമേവ വിശ്വപുരുഷൈഃ ലഭ്യാ രമാവല്ലഭ. ഏവം ഭൂതദയാ ഹി ഭഗവത് രൂപശ്രവണ മനനാദികൾ കൊണ്ട് ഇതുപോലെ ചിത്താർദ്രീഭാവം അനുഭൂതമായതുകൊണ്ടു തന്നെയാണ്, അതായത് ശ്രവണം മനനം തുടങ്ങിയ ഭഗവാന്റെ പൂർണ്ണ രൂപം ധ്യാനം ചെയ്യുന്നവർക്ക് ആനന്ദ കണ്ണീരും രോമാഞ്ചവും ഒരു അനുഭവത്തെ തന്നെ ഉളവാക്കുന്നു. യോഗീശ്വരൈഹി യോഗീശ്വരന്മാർ, വ്യാസഭഗവാൻ, നാരദർ മുതലായവർ, ഭക്ത്യഭിഹിതഃ സഹ യോഗഃ ഭക്തിയോഗവും ഭക്തി എന്ന് പറയപ്പെടുന്ന യോഗം, കർമ്മജ്ഞാനമയാത് യോഗദ്വയാത് കർമ്മയോഗം ജ്ഞാനയോഗം എന്നറിയപ്പെടുന്ന മറ്റു 2 തരം ഭഗവത് പ്രാപ്തി മാർഗങ്ങളെക്കാളും പുരുഷോത്തമതരം ഇതി ഗീയതേ അത്യുത്തമമാണെന്ന് യോഗീശ്വരന്മാർ പറയുന്നു, പാടി പുകഴ്ത്തുന്നു. ഹേ രമാവല്ലഭ, രമിക്കുന്നവർക്ക്. ഇവിടെ ശ്രീലക്ഷ്മിക്ക് പ്രിയതമനായ ഭഗവാനെ സൗന്ദര്യ ഏകരസാത്മകേ ത്വയി ഖലു, സൗന്ദര്യമെന്ന ഒരേ ഒരു രസമാകുന്ന സ്വരൂപത്തോടു കൂടിയ നിൻ തിരുവടിയിൽ പ്രേമ പ്രകർഷാത്മിക ഭക്തി, പരമപ്രീതിരൂപമായ ഭക്തി വിശ്വപുരുഷൈഃ നിസ്രമം ഏവ ലഭ്യ. പരമപ്രീതിരൂപമായ ഭക്തി സാധാരണക്കാർക്കെല്ലാം തന്നെ ശ്രമം കൂടാതെ സ്വാഭാവികമായും കൈവരുന്നതാകുന്നു. യാദൃച്ഛികമായിട്ടെങ്കിലും ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴുതു പോകുവാൻ ഇടവന്നാൽ സുന്ദരമായ വശീകരമായ ഭഗവത് വിഗ്രഹം കാണുവാൻ ഇടവന്നാൽ അറിയാതെ തന്നെ സംതൃപ്തിരൂപമായ ഭക്തി പൊട്ടിമുളയ്ക്കുകയും ചെയ്യും. അങ്ങനെ അയാൾ ഭഗവത് ഭക്തനായി മാറുകയും ചെയ്യുന്നു. ഇത് ഒരു പരമാർത്ഥ സത്യമാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും ഭക്തിമാർഗം ശ്രേഷ്ഠമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും പറയുന്നു. അല്ലയോ ലക്ഷ്മിപദേ, ജ്ഞാനയോഗം കർമ്മയോഗം ഇവയേക്കാൾ ഭക്തിയോഗം ഏറ്റവും ഉത്തമമാണെന്ന് യോഗീശ്വരന്മാർ പറയുന്നത് അതിന് ഈ ഗുണങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ്. സൗന്ദര്യസാര സർവസ്വമായ നിൻ തിരുവടിയുടെ നേർക്കുള്ള പരമപ്രേമമാകുന്ന ഭക്തി എല്ലാ ആളുകൾക്കും, സാധാരണക്കാർക്ക് പോലും പ്രയാസം കൂടാതെ ശ്രമം കൂടാതെ ലഭിക്കുവാൻ കഴിയുന്നതാണല്ലോ. ഭഗവത് ഭക്തിമാർഗത്തിൽ വന്നു ചേരണം എന്ന് മാത്രം. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗഃ സയോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മിക ഭക്തിർനിസ്രമമേവ വിശ്വപുരുഷൈർ ലഭ്യാരമാവല്ലഭ. ശ്ലോകം 8. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം
ചിത്തസ്യ തസ്മാദ്വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. നിഷ്കാമം നിയതസ്വധർമ്മചരണം യദ് കർമ്മയോഗാഭിതം തദ് ദൂരേത്യതി അഫലം യദൗപനിഷത് ജ്ഞാനോപലക്ഷ്യം പുനഃ തത് തു അവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത് പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. നിഷ്കാമം നിയത സ്വധർമ്മചരണം യദ് കർമ്മയോഗാഭിതം ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന നിത്യനൈമിത്യങ്ങളായ വിധിപ്രകാരമുള്ള സ്വധർമാനുഷ്ഠാനം എന്നത് യാതൊന്നാണോ ഇതിനെ കർമ്മയോഗമാണെന്ന് പറയപ്പെടുന്നു. അതായത് അവനവന് വിധിച്ചിട്ടുള്ള നിത്യനൈമിത്യങ്ങളായ കർമ്മങ്ങൾ. തദ്ദൂരേത്യഫലം അത് വളരെ കാലം കഴിഞ്ഞ് മാത്രം ഫലം നൽകുന്നതാകുന്നു. കാലാന്തരത്തിലെ അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. പുനഃ യത് ഔപനിഷദ ജ്ഞാനോപലഭ്യം പിന്നെ ഉപനിഷത്തുക്കളിൽ നിന്നും കിട്ടുന്ന തത്വജ്ഞാനമാകട്ടെ തത് അവ്യക്തതയ ചിത്തസ്യ സുദുർഗമതരം ഇന്ദ്രിയ പ്രത്യക്ഷമല്ലാത്തത് മൂലം മനസ്സിന് പിടികിട്ടാൻ പ്രയാസമേറിയതാണ്. ഹേ വിഭോ തസ്മാത് ത്വത് പ്രേമാത്മക ഭക്തി ഏവ സതതം സ്വാദീയസി ശ്രേയസി. ഹേ വിഭോ അതുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പ്രേമാത്മക ഭക്തി തന്നെയാണ് എപ്പോഴും അതിമധുരവും ശ്രേയസ്കരവുമായിട്ടുള്ളത്. അവനവന് വിധിച്ചിട്ടുള്ള നിത്യനൈമിത്തികാദി കർമ്മങ്ങളെ ഫലേച്ഛ കൂടാതെ വിധിപ്രകാരം അനുഷ്ഠിക്കുന്നതാണല്ലോ കർമ്മയോഗമെന്ന് പറയുന്നത്. അതിൻ്റെ ഫലം കാലാന്തരത്തിൽ ലഭിക്കുകയുള്ളൂ. ഉപനിഷത്തുക്കളിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം കൊണ്ട് ജീവബ്രഹ്മങ്ങളുടെ ഐക്യം അനുഭവപ്പെടുത്തുക എന്നുള്ള ജ്ഞാനയോഗമാകട്ടെ ഇന്ദ്രിയ ഗോചരമല്ലാത്തത് കൊണ്ട്, അതായത് ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കുവാൻ സാധിക്കാത്തതുകൊണ്ട്, മനസ്സിന് ഗ്രഹിക്കുവാൻ വിഷമമായതുകൊണ്ട് എല്ലായ്പ്പോഴും നിൻ തിരുവടിയിലുള്ള ആനന്ദത്തെ നൽകുന്ന ആനന്ദപ്രദമായ പരമപ്രേമമാകുന്ന ഭക്തി തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, ശ്രേഷ്ഠമായിട്ടുള്ളത്. കർമ്മ ജ്ഞാനയോഗങ്ങളുടെ ഫലങ്ങൾ കാലാന്തരം കഴിഞ്ഞ് സിദ്ധിക്കുന്നതും മനസ്സിന് പിടികിട്ടുവാൻ പ്രയാസമേറിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പദ്യത്തിൽ ഭട്ടതിരി വിശദമാക്കുന്നു. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ്വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. ശ്ലോകം 9. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യനിര്യന്മല ബോധേ ഭക്തിപഥേ ധവാപ്യുചിതതാം ആയാന്തി കിം താവതാം ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരേ. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിര്യന്മലാഃ ബോധേ ഭക്തിപഥേ അഥവാ അഭി ഉചിത മാം ആയാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപദം പരം തവ വപുഃ ബ്രഹ്മാഖ്യം
അന്യേ പുനഃ ചിത്താർദ്രത്വം ഹൃദേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ. കേചിത് അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ. ചിലർ വളരെയധികം ബുദ്ധിമുട്ടുള്ള കർമ്മങ്ങളെല്ലാം നടത്തി നിര്യന്മലാഹ ബോധേ അഥവാ ഭക്തിപദേ അഭി ഉചിതമാം ആയന്തി. മനഃശുദ്ധി കൈവന്നവരായിട്ട് ജ്ഞാനയോഗത്തിനോ അല്ലെങ്കിൽ ഭക്തിയോഗത്തിനോ യോഗ്യതയുള്ളവരായി തീരുന്നു. താവതാ കിം, അതുകൊണ്ട് എന്ത് പ്രയോജനം? അന്യേ പുനഃ, വേറെ ചിലരാകട്ടെ തർക്കപദേ ക്ലിഷ്ട്വ, യുക്തിചിന്ത കൊണ്ട് വിഷമിച്ചിട്ട് ചിത്താർദ്രത്വം ഹൃദേ, മനസ്സലിയാത്തവരായിട്ട് ബ്രഹ്മാഖ്യം തവ പരം വപുഃ വിചിന്യ ബഹുഭിഃ ജന്മാന്തരൈഃ സിദ്ധ്യന്തി. ബ്രഹ്മമെന്ന് പറയുന്ന അങ്ങയുടെ നിർഗുണ സ്വരൂപം ധ്യാനിച്ച് അനേകം ജന്മങ്ങളെ കൊണ്ട് മോക്ഷം പ്രാപിക്കുന്നു. കർമ്മയോഗം കേവലം മനഃശുദ്ധിക്കു മാത്രം ഉതകുന്നു. കർമാനുഷ്ഠാനം കൊണ്ട് രാഗദ്വേഷാദികൾ ഇല്ലാത്തതായ മനസ്സ് ശുദ്ധമായതിനു ശേഷം ജ്ഞാനയോഗത്തിന് അധികാരികളാകുന്നു. ഭക്തിയോഗത്തിന് അത് സഹായമായി തീരുകയും ചെയ്യും. വളരെ ധനവ്യയവും സാധനാസംഭരണവും പുരുഷ പ്രയത്നം കൊണ്ട് സാധിക്കേണ്ട നിത്യം, നൈമിത്തികം, പ്രായശ്ചിത്തം, ഉപാസന എന്നിങ്ങനെയുള്ള അനവധി കർമ്മങ്ങളെ അനുഷ്ഠിച്ച് മനസ്സിനെയും വാക്കുകളെയും ശുദ്ധമാക്കി ചിലർ ജ്ഞാനയോഗത്തിന് ഭക്തിയോഗത്തിനോ അധികാരികളായി തീരുന്നുണ്ട്. നല്ലവണ്ണം വിരക്തന്മാരായിരുന്നാൽ ജ്ഞാനയോഗത്തിനും അല്പം മാത്രം വിരക്തന്മാരായിരുന്നാൽ ഭക്തിയോഗത്തിനുമാണ് അധികാരം ലഭിക്കുക. അത്രയും മാത്രം ഫലമുള്ള കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനമുള്ളത്? ഒന്നുമില്ല. മറ്റു ചിലർ മനസ്സലിവ് കൂടാതെ വേദാന്ത ശാസ്ത്രത്തിൽ വളരെ ക്ലേശിച്ച് ബ്രഹ്മം എന്നു പേരുള്ള അങ്ങയുടെ സ്വരൂപത്തെ വിചാരണ ചെയ്ത് അനേകായിരം ജന്മങ്ങളെ കൊണ്ട് മാത്രം ഫലം ലഭിക്കുന്നുള്ളൂ. അനേക ജന്മങ്ങളെ കൊണ്ട് മോക്ഷം പ്രാപിക്കുന്നു. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിര്യന്മല ബോധേ ഭക്തിപദേ ധവാപ്യുചിതതാം ആയാന്തി കിം താവതാം. ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരേ. ശ്ലോകം 10. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതഝരി നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീം അക്ലേശതസ്തന്വതി. സദ്യഃസിദ്ധികരീ ജയത്യയി വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢിരസാർദ്രതാ ദ്രുതതരം വാതാലയാധീശ്വരാ. ത്വദ്ഭക്തിഃ തു കഥാരസാമൃതഝരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധപദവീം അക്ലേശതഃ സ്തന്വതി. സദ്യഃ സിദ്ധികരീ ജയതി അയി വിഭോഃ സഹ ഏവ അസ്തു മേ ത്വത് പദ പ്രേമ പ്രൗഢി രസാർദ്രത ദ്രുതതരം വാതാലയാധീശ്വര. ത്വത് ഭക്തിഃ തു, അങ്ങനെയുള്ള ഭക്തിയാകട്ടെ, കഥാ രസാമൃതഝരി നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി. ഭഗവത് കഥ പറയുകയും കേൾക്കുകയും മറ്റും ചെയ്യുന്നതിലുള്ള രസമാകുന്ന അമൃതപ്രവാഹത്താൽ
മുഴുകിപ്പോകുന്നതിനാൽ താനെ വന്നു ചേരുന്നത്. വിമല പ്രബോധ പദവിയും ശുദ്ധ ബ്രഹ്മജ്ഞാന മാർഗത്തെ അക്ലേശതക തന്വതി പ്രയാസം കൂടാതെ തുറക്കുന്നതുമായിട്ട് സദ്യക സിദ്ധികരീ ജയതി ക്ഷണത്തിൽ മുക്തി നേടുവാൻ പോകുന്നതായി വിജയിച്ചരുളുന്നു. അയി വിഭോ വാതാലയാധീശ്വര, സർവശക്തനായ അല്ലയോ ഗുരുവായൂരപ്പ, ത്വത് പദ പ്രേമ പ്രൗഢി രസാർദ്രത സ ഏവ മേ ധൃതതരം അസ്തു. തൃപ്പാദങ്ങളിലുള്ള പ്രേമാതിശയമാകുന്ന രസം കൊണ്ട് മനസ്സലിയുക എന്ന ആ ഭക്തി ഒന്ന് മാത്രം എനിക്ക് വേഗത്തിൽ ഉണ്ടാകുവാൻ അനുഗ്രഹിക്കണമേ. ഭഗവത് കഥാരസത്തിൽ മുഴുകുന്ന മനസ്സിന് മാലിന്യങ്ങളകന്ന് ശുദ്ധി കിട്ടുന്നു. അതുമൂലം തത്വജ്ഞാനോദയം വേഗത്തിൽ കൈവരുകയും പിന്നീട് മോക്ഷം സിദ്ധിക്കുകയും ചെയ്യുന്നതിനാൽ കർമ്മജ്ഞാന മാർഗങ്ങളെക്കാളും ഭക്തിമാർഗം ശ്രേഷ്ഠമാണെന്ന് ജയതി പദം കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നു. ഇവിടെ വാതാലയൻ എന്നാൽ ശരീരം, അധീശൻ എന്നാൽ സർവാന്തര്യാമിയായ ഭഗവാൻ. അദ്ദേഹം സർവവ്യാപിയുമാണ്, സർവത്തിലും അന്തർലീനമായിരിക്കുന്നതിനാൽ എല്ലാ വസ്തുക്കളിലുമുള്ള ശക്തിയും ഒന്നു തന്നെ. അതിനാൽ ആ ശക്തിയോടുള്ള പ്രീതിയും ഭഗവത് പ്രേമമാകുന്നു. മനസ്സിന് പ്രീതി തോന്നുന്നിടത്തെല്ലാം ഭഗവത് സാന്നിധ്യമുണ്ടാകുന്നു. എല്ലാം ഭഗവാനായി കാണുവാനുള്ള കഴിവാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു കഴിവ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് തനിക്ക് നൽകുവാൻ കനിവുണ്ടാക്കണം എന്നതാണ് ഭട്ടതിരിയുടെ പ്രാർത്ഥന. ഭഗവാനുള്ള ഭക്തിയാകട്ടെ ഭഗവാന്റെ കഥാരസമാകുന്ന അമൃത പ്രവാഹത്തിൽ മുങ്ങിക്കൊണ്ട് തനിയെ സിദ്ധിക്കുന്നതും ക്ലേശം കൂടാതെ തന്നെ ജ്ഞാനമാർഗത്തെ തെളിയിക്കുന്നതും പെട്ടെന്ന് തന്നെ മോക്ഷസിദ്ധി തരുന്നതുമായതിനാൽ സർവോത്കൃഷ്ടമാകുന്നു. അല്ലയോ ഗുരുവായൂരപ്പ, ഭഗവാനിലുള്ള പ്രേമോത്കർഷം കൊണ്ട് മനസ്സലിയുക എന്ന ആ ഭക്തി തന്നെ എനിക്ക് ഉടനെ ഉണ്ടാകണമേ. അതായത് എനിക്ക് അങ്ങനെയുള്ള ദൃഢഭക്തി തന്ന് അനുഗ്രഹം പണ്ണണമേ എന്നതാണ് ഭട്ടതിരിയുടെ പ്രാർത്ഥന. ഈ ദശകത്തിൻ്റെ അവസാനത്തിൽ ഭട്ടതിരി ഭഗവാനോട് നേരിട്ട് സംബോധന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഒരു വിശേഷം തന്നെയാണ്. ദശകം 2 പാരായണം. സൂര്യസ്പർദ്ധികിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. കേയൂരാംഗദകങ്കണോത്തമമഹാരത്നാംഗുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്കസംഗദഗദാ ശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിദം യത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം
പുഷ്ണാതി വിഷ്ണോ വിഭോ ഭക്താദൃങ്മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയി സാ ദേവീ പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാപദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അചാബലബലാത് ചാബല്യവാർത്തോദഭൂത് ലക്ഷ്മീസ്താവകരാമണീയഗഹൃദൈവേയം പരേഷ്വസ്ഥിരേതി അസ്മിൻ അന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ യേ ത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താജനാ തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിതാ പ്രസ്താവദത്താദരാം ഏവം ഭൂതമനോജ്ഞദാ നവസുധാ നിഷ്യന്തസന്തോഹനം ത്വദ്രൂപം പരജിരസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യഃ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യഭിഷീദബാഷ്പവിസരൈർ ആനന്ദമൂർച്ഛോദ്ഭവൈ ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗഃ സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ ഭക്തിർനിസ്രമമേവ വിശ്വപുരുഷൈർ ലഭ്യാ രമാവല്ലഭ നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി അത്യായാസകരാണി കർമ്മപടലാന്യാചര്യനിര്യന്മലാ ബോധേ ഭക്തിപഥേ ധവാപ്യുചിതതാം ആയാന്തി കിം താവതാം ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരേ ത്വദ്ഭക്തിസ്തു കഥാരസാമൃതഝരി നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീം അക്ലേശതസ്തന്വതി സദ്യഃ സിദ്ധികരീ ജയത്യയി വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢിരസാർദ്രതാദ്രുതതരം വാതാലയാധീശ്വരാം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.